ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ദോശമാവ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഊത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. ഊത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ദോശ ബാറ്ററാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ദോശ ബാറ്ററിലും ഇഡ്ഡലി ബാറ്ററിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ട് ആദ്യം സവാള ചോപ്പ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 2 സവാള ചോപ്പ് ചെയ്ത് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പച്ചമുളകും അല്പം വേപ്പിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം നമുക്ക് എരിവ് കൂട്ടിയെടുക്കണമെങ്കിൽ 2 എണ്ണം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 1 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ദോശ ബാറ്ററിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചതാണ്. ഈ വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിൽ ദോശ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അത് ബാറ്ററിൽ നിന്ന് വിട്ട് വരാതിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഊത്തപ്പം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ഊത്തപ്പമായിട്ട് ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 1.5 തവിയോളം ബാറ്ററാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. സെറ്റ് ദോശയ്ക്കെല്ലാം ചുറ്റിയെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. ഇനി ഒരു സൈഡൊന്ന് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിഭാഗം കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു സൈഡൊന്ന് കുക്കായി വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഇതിലോട്ട് അല്പം ഗീയോ ഓയിലോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ആ സൈഡും കൂടെ ഒന്ന് മരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാലൻസ് ഊത്തപ്പം കൂടെ നമുക്ക് ചുട്ടെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ ഊത്തപ്പം എല്ലാം റെഡിയായ ശേഷം പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്